ശ്രീനന്ദയെ അറിയാം. അറിയാം. സ്കൂളിലൊക്കെ ശ്രീനന്ദ വളരെ പഠിക്കാനൊക്കെ മിടിക്കായിരുന്നു അല്ലേ? കുഴപ്പമില്ലായിരുന്നു, പഠിക്കായിരുന്നു. ശ്രീനന്ദ ഏത് 10ാം ക്ലാസ്സിൽ നിങ്ങളുടെ മോൾ എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ 10th നിങ്ങളുടെ തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് ആ. ശ്രീനന്ദയായിട്ട് നല്ല സൗഹൃദമൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. സഹപാഠികൾക്കൊന്നും വാക്കുകൾ കിട്ടുന്നില്ല. കാരണം ശ്രീനന്ദയെക്കുറിച്ച് പറയാൻ തൊട്ടടുത്തുള്ള ക്ലാസ്സിലെ കുട്ടിയാണ് ഇപ്പോൾ സംസാരിച്ചത്. ശ്രീനന്ദയ്ക്കൊപ്പം 10ാം ക്ലാസ്സിലെ തൊട്ടടുത്ത ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു സഹപാഠിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ആ കുട്ടികൾക്കൊന്നും അത് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. കാരണം അവർക്കത് വിശ്വസിക്കാനാവുന്നില്ല. അവർ പരീക്ഷ എഴുതുമ്പോൾ ഇതേപോലെ സൗഹൃദം പങ്കിട്ടും ശ്രീനന്ദയ്ക്കൊപ്പം ചെലവഴിച്ചിരുന്ന നിമിഷങ്ങളെല്ലാം അവർക്കിപ്പോൾ ഈ ശ്രീനന്ദയ്ക്ക് ജീവനില്ല, അല്ലെങ്കിൽ ശ്രീനന്ദ ഇനിയില്ല എന്ന് ആലോചിക്കുമ്പോൾ അവർക്ക് അത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, താങ്ങാൻ കഴിയുന്നില്ല. ശ്രീനന്ദയുടെ സ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെ സഹപാഠികളും മറ്റു സുഹൃത്തുക്കളുമൊക്കെയാണ് ഈ വീട്ടിന് മുന്നിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അവർ ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ശ്രീനന്ദയെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവർക്ക് ഇനിയും ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഒരു വിനോദസഞ്ചാര യാത്ര പിന്നീട് അത് വലിയ അതീവ ദുഃഖകരമായ ഒരു യാത്രയായി മാറുന്നു. കർണാടകയിലെ ചിക്കമംഗളൂരിലെ മാണിക്കധാര വെള്ളച്ചാട്ടത്തിന് സമീപം ശ്രീനന്ദയെ അവസാനമായി കുടുംബക്കാർ കാണുന്നു. പിന്നീട് ശ്രീനന്ദയെ കാണാതാവുന്നു. പിന്നെ 4 ദിവസങ്ങൾക്ക് ശേഷം കണ്ടുകിട്ടുന്നത് ശ്രീനന്ദയുടെ ജീവനില്ലാത്ത ശരീരം, അതും 1500 അടി താഴ്ചയിൽ നിന്ന് വളരെ താഴ്ചയിലേക്ക് പോയ ശ്രീനന്ദയുടെ ശരീരമാണ് കണ്ടുകിട്ടുന്നത്. ആദ്യം കുടുംബം വലിയ ദുരൂഹതകൾ ഉന്നയിച്ചിരുന്നു. കാരണം ശ്രീനന്ദയെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണ് എന്നുള്ള രീതിയിൽ ദുരൂഹത ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കർണാടക പോലീസിന് പരാതി നൽകിയിരുന്നു. കർണാടക പോലീസ് ഈ സംഭവത്തിലെ ദുരൂഹതകൾ നീക്കാൻ വേണ്ടിയുള്ള അന്വേഷണം നടത്താമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ശ്രീനന്ദ സർക്കാരും അതുപോലെ തന്നെ കർണാടക സർക്കാരും ഉറപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ ജനപ്രതിനിധികളും വളരെ വലിയ രീതിയിൽ തന്നെ ഇടപെടൽ നടത്തിയിരുന്നു. കേരള മുഖ്യമന്ത്രി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാരുമായി സംസാരിച്ചിരുന്നു. അത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിലാക്കിയതും ഈ ഇടപെടൽ കാരണം കൊണ്ടാണ്. കാരണം ഇന്നലെ വൈകിട്ടോടാണ് മൃതദേഹം പുറത്തേക്കെടുത്ത് ചിക്കമംഗളൂരിലെത്തിയത്. പിന്നീട് കർണാടകയിലെ ജില്ലാ കലക്ടർ ഉൾപ്പെടെ ഇടപെട്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കിയതും അത്തരത്തിലെത്തിയതും. അപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടിയെല്ലാം പൂർത്തിയാക്കിയിട്ടാണ് ശ്രീനന്ദയുടെ മൃതദേഹം ഇപ്പോൾ പാലക്കാട്ടെ കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിയിരിക്കുന്നത്.